അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൈനമാറ്റിക്സ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി. ഈ വീഡിയോയിൽ നമ്മൾ റൊട്ടേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. റൊട്ടേഷനിലെ ചാപ്റ്ററിനെ പറ്റി പറയുമ്പോൾ ഇത് ജെ അഡ്വാൻസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യന് നമുക്ക് എല്ലാ വർഷവും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യന് ഇപ്പം അടുത്ത് ലേറ്റസ്റ്റ് ആയി ചോദിച്ചാണ്, 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഇതും അടുത്ത് ചെയ്യാൻ പോണതും എന്താ പറയുക ലാസ്റ്റ് ആയിട്ട് ചോദിച്ചാണ്, ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. A thin uniform rod of length L and certain mass is kept on a frictionless horizontal table with a massless string of length L fixed to one end. Top view is shown in the figure. അതായത് ഒരു ടേബിൾ ഉണ്ട്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിന് മേത്തിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഈ വരച്ചത്. അതായത് ആ ടേബിളിൽ നിന്ന് ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ് ഒരു റോഡായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ട്രിങ്ങിന്റെ ഒരു എൻഡ് എന്താണ് O എന്ന് പറഞ്ഞ പോയിന്റിൽ പൈവോട്ട് ചെയ്താണ്. ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ചിട്ടുണ്ട്, അഥവാ ക്ലിയർ ഇല്ലെങ്കിൽ ഇതിവിടെ O എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ് ഈ സ്ട്രിങ് പൈവോട്ട് ചെയ്ത് വെച്ചാണ്. ആ സ്ട്രിങ് ഒരു റോഡുമായിട്ട് കണക്ട് ചെയ്താണ്. ദി അതർ എൻഡ് ഓഫ് ദി സ്ട്രിങ് ഈസ് പൈവോട്ട് പോയിന്റ് ചെയ്യുക. അതായത് സ്ട്രിങ്ങിന്റെ ഒരു എൻഡ് O ആയിട്ട് പൈവോട്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ എൻഡ് റോഡായിട്ട് കണക്ട് ചെയ്ത്. If a horizontal impulse P is imparted to the rod at a distance x equal to L by n from the midpoint of the rod, അതായത് റോഡിന്റെ മിഡ് പോയിന്റ് നിന്ന് x ഡിസ്റ്റൻസ് ഇപ്പുറത്തായിട്ട് ഒരു ഇമ്പൾസ് എന്താണ് ഇമ്പാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ x equal to L by n തന്നിട്ടുണ്ട്. Then the rod and string revolve together around the point O with the rod remaining aligned with the string. In such case the value of n. അതായത് ചോദിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മൊമെന്റ് ഇമ്പാർട്ട് ചെയ്ത് ആ ഇമ്പാർട്ട് ചെയ്യുമ്പോൾ ആ മൊമെന്റ് ഇമ്പാർട്ട് ചെയ്ത് സെന്ററിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് ഇപ്പുറത്താണ്. അപ്പോൾ ആ ഒരു എക്സ് ഡിസ്റ്റൻസ് ഇപ്പുറത്ത് ഇമ്പാർട്ട് ചെയ്ത് തരും. ഈ സ്ട്രിങ്ങും ഈ റോഡും ഒപ്പരം എന്തായി ഈ ഓൺ എബൌട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ എക്സ് ഈക്വൽ ടു അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ എക്സ് ഈക്വൽ ടു L by n ആണെന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ആ എന്നിന്റെ വാല്യൂ ചോദിച്ച്. അതായത് ഏതോ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഇമ്പാർട്ട് ചെയ്താലേ എന്താവും ഇത് സ്ട്രിങ്ങും റോഡും ഒരു ഒപ്പരം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്താവും ഇത് ജസ്റ്റ് ഇവിടെ ഒരു അബ്രപ്റ്റ് മോഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇത് ഒരുമിച്ച് പോകുന്ന കേസിൽ ഒരു പെർട്ടിക്കുലർ എക്സിൽ ഇമ്പാർട്ട് ചെയ്താലേ പോകും. അപ്പോൾ ആ എക്സ് കണ്ടിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്നിന്റെ വാല്യൂ കാണാം. അപ്പൊ നമ്മൾ സപ്പോസ് ഒരു എക്സ് ഡിസ്റ്റൻസ് ഇപ്പുറത്ത് നിന്ന് ഈ പി മൊമെന്റത്തിൽ ഇമ്പാർട്ട് ചെയ്ത് തരും. ഇത് ഒരുമിച്ച് പോയി വിചാരിച്ചോ. അപ്പൊ ആ ഒരു കേസിലുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്ത് ചെയ്യാം. അപ്പോൾ ഈ ഇമ്പാർട്ട് ചെയ്ത ഇമ്പൾസ് എന്ന് പറയുന്നത് സെൻട്രലല്ല, ഒരു സെന്ററിൽ നിന്ന് സെൻട്രോമാസ്, അതായത് റോഡിന്റെ സെൻട്രോമാസ്, അതായത് സെന്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് ഇപ്പുറത്തതിനാണ് ഇമ്പാർട്ട് ചെയ്ത്. സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഇവിടെ ഒരു റൊട്ടേഷൻ ഉണ്ടാക്കും, പിന്നെ ആണെങ്കിൽ എന്താവും ഒരു ലീനിയർ മോഷനും ഉണ്ടാക്കും. അത് സെൻട്രോമാസിന് ഇപ്പുറത്തായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ നമ്മൾ ലീനിയർ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇമ്പൾസ് ഈക്വൽ എന്താ ചേഞ്ച് ഇൻ മൊമെന്റോ, അതായത് ലീനിയർ ഇമ്പൾസ് ഈക്വൽ എന്ത് വരും, അതായത് പി എന്ന് പറഞ്ഞൊരു ലീനിയർ ഇമ്പൾസ് കൊടുത്തരം എന്തായി ഒരു v വെലോസിറ്റിയിൽ മൂവ് ചെയ്ത്. അപ്പോൾ പി ഈക്വൽ നമുക്ക് എന്ത് കൊടുക്കാം m ഇൻറ്റു v എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ എന്താ പറയുക ആംഗുലർ ഇമ്പൾസ് എബൌട്ട് പോയിന്റ് O കൊടുക്കാം. അപ്പോൾ എന്ത് വരും ആംഗുലർ ഇമ്പൾസ് ഈക്വൽ ടു ലീനിയർ ഇമ്പൾസ് ഇൻറ്റു എക്സ് ഈക്വൽ ടു എന്ത് വരും I ഇൻറ്റു ഒമേഗ. ഇനി നമ്മൾ ഈ സെന്ററിന് എബൌട്ട് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെന്ററിന് എബൌട്ടിൽ ഈ ഒരു റോഡിന്റെ ആംഗുലർ മൊമെന്റ് ഓഫ് ഇനേഷൻ എന്താ വരിക mL²/12 ഇൻറ്റു ഒമേഗ എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ v കിട്ടി, ഒമേഗ കിട്ടി. ഇനി പറഞ്ഞത് ഇത് രണ്ടും കൂടിയും ഈ സ്ട്രിങ്ങും ഈ ഒരു റോഡും ഒപ്പം അലൈൻ ചെയ്ത് ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ആ ഒരു കേസിൽ ഈ O എന്ന് പറഞ്ഞ പോയിന്റിന് എബൌട്ട് ആണ് എന്താക്കുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ O എന്ന് പറഞ്ഞ പോയിന്റിന് എബൌട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ വിയും ഒമേഗയുമായിട്ട് എന്താണ് ഒരു റിലേഷൻ ഉണ്ട്. അതെന്താ വരിക v ഈക്വൽ ടു നമുക്ക് r ഇൻറ്റു ഒമേഗ എന്ന് കൊടുക്കാം. ഈ r എന്താ വരിക O എന്ന് പറഞ്ഞ പോയിന്റിന് എബൌട്ട് ആണ് എന്താകുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് L+L/2 ഡിസ്റ്റൻസ്, ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സെൻട്രലാണ്. ഇവിടുന്ന് ഇവിടെ വരെ L/2 ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇവിടം വരെ L ഉണ്ട്, ഇപ്പുറത്ത് L/2, അപ്പോൾ 3/2 L ഉണ്ടാവും. അപ്പോൾ ഈ r എന്ന് ഉദ്ദേശിച്ചത് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്ന് ഈ വെലോസിറ്റി അച്ചീവ് ചെയ്ത്, അതായത് ഈ സെൻട്രോമാസിനാണല്ലോ ഈ വെലോസിറ്റി ഉള്ളത്. അപ്പൊ സെൻട്രോമാസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് ഈ r എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന്. അപ്പൊ r ഈക്വൽ നമുക്ക് എന്ത് കൊടുക്കാം, അപ്പൊ v ഈക്വൽ എന്ത് വരും r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/2 L ഇൻറ്റു ഒമേഗ എന്ന് വരും. അപ്പൊ v ഈക്വൽ എന്ത് കിട്ടി 3/2 L ഇൻറ്റു ഒമേഗ എന്ന് കിട്ടി. അപ്പൊ അതെന്താക്കുക ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ p ഈക്വൽ എന്ത് വരും
ഇക്വേഷൻ നമ്പറിലെ പി ഈക്വൽ ടു എന്ത് വരും? എം ഇൻറ്റു വിക്ക് പകരം 3/2 എൽ ഒമേഗ എന്ന് കൂട്ട് ചെയ്യാം. 3/2 എൽ ഇൻറ്റു ഒമേഗ. ഇത് ഇക്വേഷൻ നമ്പർ 3. ഇനി നമുക്ക് എന്താ ഈ എക്സിന്റെ വാല്യൂ ആണ് കിട്ടേണ്ടി. അപ്പൊ എന്താക്കുക, ഇതും ഡിവൈഡ് ചെയ്യാം. ഇതും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? പി ഡിവൈഡ് ബൈ പി എക്സ്. അല്ലെങ്കിൽ ഇതിന്ന് ഇവിടേക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പി എക്സ് ഡിവൈഡ് ബൈ പി എക്സ് വരും. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ 3 ആണ് ചെയ്യുന്നത്. ഇതിന്ന് ഡിവൈഡ് ചെയ്യാണ്. അപ്പം പി എക്സ് ഡിവൈഡ് ബൈ പി ഈക്വൽ ടു എക്സ് എന്ന് വരും. ഇവിടെ എം എൽ സ്ക്വയർ ബൈ 12 ഇൻറ്റു ഒമേഗ ഉണ്ട്. അപ്പോൾ എം എൽ സ്ക്വയർ ബൈ 12 ഇൻറ്റു ഒമേഗ ഓൾ ഡിവൈഡഡ് ബൈ ഇതെന്താ വരിക? 3/2 എം എൽ ഒമേഗ. 3/2 എം എൽ ഒമേഗ എന്ന് വരും. ഒമേഗയും ക്യാൻസൽ ആവും, എമ്മും ക്യാൻസൽ ആവും. എൽ സ്ക്വയറിലെ ഒരെല്ലും എൽ സ്ക്വയറിൻ്റെ ഒരെല്ലും ക്യാൻസൽ ആവും, ബാക്കി എല്ല് വരും. പിന്നെ ഇവിടെ ഒരു ബൈ 12 ഉണ്ട്, ഇവിടെ ഒരു ബൈ 2 ഉണ്ട്, അത് ക്യാൻസലായി അടിയിൽ 6 വരും. പിന്നെ ഓൾറെഡി എന്തുണ്ട്? ഒരു 3 ഉണ്ട്. അപ്പൊ എന്ത് വരും? എക്സ് ഈക്വൽ ടു എൽ ബൈ 18 വരും. അത് നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു എൽ ബൈ 18 കിട്ടി. എക്സ് ഈക്വൽ ടു എൽ ബൈ 18 കിട്ടി. അപ്പൊ നമ്മളോട് ചോദിച്ചത് എക്സ് ഈക്വൽ ടു എൽ ബൈ എൻ ആണ്. എൽ ബൈ എൻ ആകുന്ന കേസിലാണ് ഇത് ഇങ്ങനെ സംഭവിക്കുക. അതായത് ഇത് ഒരുമിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞ്. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ ആ ഒരു കേസ് അപ്ലൈ ചെയ്ത് തരാൻ എക്സ് ഈക്വൽ ടു എൽ ബൈ 18 കിട്ടി. അപ്പൊ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 80 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ റിക്വയർഡ് ആൻസർ 80 ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇതും 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. A disk of mass m and radius r is free to rotate about its vertical axis as shown in the figure. അതായത് ഒരു ഡിസ്ക് ഉണ്ട്, അതിന്റെ മാസ് എം എന്ന് പറഞ്ഞ റേഡിയസ് ആർ എന്ന് പറഞ്ഞു. എം മാസും റേഡിയസ് ആർ ഉള്ള ഡിസ്ക്. ഈ ഡിസ്ക് എന്താണ്? ഫ്രീ ടു റൊട്ടേറ്റ് അബൌട്ട് എ വെർട്ടിക്കൽ ആക്സിസ് as shown in the figure. വെർട്ടിക്കൽ ആക്സിസ് പറയുമ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ആക്സിന് അബൌട്ട് ഇത് എന്താണ്? റൊട്ടേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇനി എ ബാറ്ററി ഓപ്പറേറ്റഡ് മോട്ടോർ ഓഫ് എ നെഗ്ലിജിബിൾ മാസ് ഈസ് ഫിക്സ്ഡ് ടു ദിസ് ഡിസ്ക് അറ്റ് എ പോയിന്റ് ഓൺ ഇറ്റ് സർക്യൂംഫറൻസ്. അതായത് ഈ ഡിസ്കിന്റെ സർക്യൂംഫറൻസിലായിട്ട് ഈ ഒരു പോയിന്റിൽ ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി അല്ല, ഒരു മോട്ടർ ഉണ്ട്. അപ്പോൾ ആ മോട്ടർ ഈ സർക്യൂംഫറൻസിലുണ്ട്. അനദർ ഡിസ്ക് ഓഫ് ദി സെയിം മാസ് എം ആൻഡ് റേഡിയസ് ആർ ബൈ 2 ഈസ് ഫിക്സ്ഡ് ടു ദി മോട്ടോർസ് തിൻ ഷാഫ്റ്റ്. അതായത് ഈ എം മാസും ആർ ബൈ 2 റേഡിയസിലുള്ള ഒരു ഡിസ്ക് ഇവിടെയുള്ള മോട്ടറിന്റെ ഷാഫ്റ്റ് ആയിട്ട് എന്താണ്? കണക്ട് ചെയ്ത് വെച്ചാണ്. ഇനിഷ്യലി ബോത്ത് ദ ഡിസ്ക് ആർ അറ്റ് റെസ്റ്റ്. ഇനിഷ്യലി എന്താണ്? രണ്ടും റെസ്റ്റിലാണ്, അനങ്ങാണ്ടിരിക്കുകയാണ്. The motor is switched on so that the smaller disk rotate at uniform angular speed omega. If the angular speed at which the larger disk rotate is omega by n, then the value of n. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിഷ്യലി ഒരു 2 ഡിസ്ക് ഉണ്ട്. ഈ ഫിഗറിൽ കാണിച്ചോണം 2 ഡിസ്ക് ഉണ്ട്. 2 ഡിസ്ക് അനങ്ങാണ്ടിരിക്കുക. എന്നിട്ട് എന്താക്കി? ഇവിടെ ഒരു മോട്ടർ ഉണ്ട്. ആ മോട്ടർ എന്താക്കി? ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്താണ്. ബാറ്ററി എന്താക്കി? സ്വിച്ച് ഓൺ ആക്കി. അപ്പൊ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്താവും? ബാറ്ററി മോട്ടറിന്റെ ഷാഫ്റ്റ് കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഷാഫ്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് ഏത് ഡിസ്കാ? ഈ ഒരു ഡിസ്ക് ആണ്. അപ്പൊ ഈ ഡിസ്ക് എന്താവും? ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഒമേഗ വെലോസിറ്റിയിലാന്ന് പറഞ്ഞ് ഈ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതെന്താണ്? ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാണ്. അപ്പൊ ഇതെന്താവും? കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ ഒമേഗ എന്താണ്? ഒമേഗ ഡാഷ് ഒമേഗ ബൈ എൻ ആണെന്ന് പറഞ്ഞ് ആ ഒരു കേസിൽ എൻ എന്താണെന്നാ ചോദിച്ചത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് കൺസിഡറേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ആംഗുലർ മൊമെന്റ് അപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സെന്റർ പോയിന്റ് ഈ ഒരു ഇവിടെ നമ്മളൊരു ആക്സിസ് ഉണ്ട്. ഈ ഒരു ഡിസ്കും മോട്ടറും എൻറ്റയർ സിസ്റ്റം എന്തായി നമ്മളെ സിസ്റ്റമായിട്ട് എൻ്റെ ബോഡി ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെയുള്ള ബാറ്ററിക്ക് മോട്ടറിന് എന്താ പറയുക? നെഗ്ലിജിബിൾ മാസ് ആണ്. അപ്പൊ അതിന്റെ മാസ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അതായത് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്കും മൊത്തം ഒരു സിസ്റ്റം കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പുറത്തുള്ള എന്താ? ഈ ഒരു ആക്സിസ്. അപ്പൊ ഈ ഒരു ആക്സിസിന്റെ സെന്റർ പോയിന്റിന് അബൌട്ട് എന്താണ്? ഒരു നെറ്റ് ടോർക്ക് എന്താണ്? 0 ആയിട്ട് വരും. അതായത് എക്സ്റ്റേണൽ ടോർക്ക് അബൌട്ട് ദിസ് പോയിന്റ് എന്താണ്? 0 ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പോയിന്റിനെ അബൌട്ട് നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിനെ അബൌട്ട് നെറ്റ് ആംഗുലർ മൊമെന്റം ഇനിഷ്യൽ ഈക്വൽ ടു ഫൈനൽ എന്ന് അറിയാം. അതായത് ആംഗുലർ മൊമെന്റ് എന്താണ്? എക്സ്റ്റേണൽ ടോർക്കിന്റെ ആബ്സെന്റ് ആകുമ്പോൾ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് അറിയാം. അപ്പൊ ഈ ഒരു പോയിന്റിനെ അബൌട്ട് നമ്മൾ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനിഷ്യൽ ആംഗുലർ മൊമെന്റ് എന്താ വരിക? എൽ ഇനിഷ്യൽ എന്താ? ഈക്വൽ ടു 2 ബോഡി എന്താണ്? റെസ്റ്റിൽ എന്ന് പറഞ്ഞപ്പോൾ 0 എന്ന് കൊടുക്കാം. ഇനി എൽ ഫൈനൽ എന്താ വരിക?
അതിൽ ഫൈനൽ എന്താ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്ക് മോട്ടറായിട്ട് കണക്ട് ചെയ്തൊരു ഒമേഗ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇതിന്റെ ആംഗുലർ മൊമെന്റം വരും I × ഒമേഗ എന്ന് വരും. ഡിസ്ക് അതിനെ കൊണ്ട് mr²/2 ആണ്. പക്ഷെ R ഇവിടെ എന്താണ് r/2 ആണ്. അപ്പോൾ m × r/2 2/2, അതായത് mr²/2 ആറിന് ഇവിടെ r/2 × r/2 കൊടുത്ത് ഇൻറ്റു ഒമേഗ പ്ലസ് ഇതിങ്ങനെ സപ്പോസ് ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വിചാരിച്ചു ആംഗുലർ വെലോസിറ്റിയിൽ. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫൈനൽ ഇനിഷ്യൽ 0 ആണ്, ഫൈനൽ എന്താണോ 0 ആവണം. അപ്പോൾ ഫൈനൽ 0 ആണെങ്കിൽ ഇതെന്താവും, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. ഇനി ഓപ്പോസിറ്റ് സെൻസ് അപ്പോൾ എന്താ പറയുക, ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് എന്താക്കുക, മൈനസ് ഇടേണ്ട ആവശ്യമില്ല. ഓപ്പോസിറ്റ് വരുമ്പോൾ ശരിക്കും മൈനസ് വരണം, പക്ഷെങ്കിൽ ജസ്റ്റ് പ്ലസ് ഇട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് നമുക്ക് മൈനസിൽ ആൻസർ വരും. അപ്പോൾ പ്ലസ് എന്താ, ഈ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാം. ഈ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ സർക്യൂംഫറൻസ് ഇതെന്താകുന്നുണ്ട്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്, ഈ സർക്യൂംഫറൻസ് കൂടി ഇങ്ങനെ റോളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോണ്ടിനെ അബൌട്ട് ഇതെന്താവും, ഈ ഒരു സെൻട്രൽ പോയിന്റിന് ഒരു v വെലോസിറ്റി കിട്ടും, ഒരു v വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ v വെലോസിറ്റി ഉണ്ടാവുമ്പോൾ ഈ ഒരു v വെലോസിറ്റി കാരണം എന്താവും, ഓൺ അബൌട്ട് ഒരു ആംഗുലർ മൊമെന്റം ഉണ്ടാവും. അതെന്താ വരിക, ഈ ഒരു ഡിസ്കിന്റെ മാസ് m × വെലോസിറ്റി v × ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് r. ഇനി v എങ്ങനെ കണക്ട് ചെയ്ത് ഈ ഒമേഗ ടി. ഇപ്പോൾ ഈ സപ്പോസ് ഈ ഒരു ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒമേഗ ഡാഷ് എന്ന് വിചാരിച്ചോ. അതായത് ഇത് ഒമേഗ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് ഒമേഗ ഡാഷ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇത് ഈ ഒരു ഡിസ്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് v ആന്ന് വിചാരിച്ചോ. ഇതെന്താകുന്നുണ്ട്, ഒമേഗ ഡാഷ് ഉണ്ട്, ഇവിടേക്ക് r. അപ്പോൾ v ക്കുള്ള എന്ത് വരും, r × ഒമേഗ ഡാഷ് എന്ന് എഴുതിക്കൂടെ. അപ്പോൾ v നമുക്ക് എന്ത് കൊടുക്കാം, r × ഒമേഗ ഡാഷ് എന്ന് കൊടുക്കാം. പ്ലസ് ഇനി എന്താ വേണ്ടത്, ഇത് ഈ ഒരു ആക്സിനെ ബോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വരും, mr²/2 I × ഒമേഗ, അതായത് ഈ ഒരു ഡിസ്കിന്റെ I × ഒമേഗ. ഈ ഒരു ഡിസ്കിന്റെ I എന്താ വരിക, mr²/2 റേഡിയസ് r²/2 × ഒമേഗ ഡാഷ് എന്ന് വരും. അപ്പോൾ ഈ സാധനം എഴുതി മനസ്സിലായി വിചാരിക്കുന്നു. ഇത് എഴുതിയെങ്കിൽ ആൻസർ ആയി. അതായത് ആകെ പ്രശ്നം വരിക, അതായത് നമ്മൾ ഈ ഒരു O എന്ന് പറഞ്ഞ പോയിന്റിനെ ബോട്ടാണ് എന്ത് ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആയി എടുക്കുന്നത്. അപ്പോൾ ഈ O എന്ന് നോക്കുമ്പോൾ ഈ ഒരു ഡിസ്ക് ഈ ഒരു ആക്സിനെ ബോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു O എന്ന് പറഞ്ഞ പോയിന്റിൽ നോക്കുമ്പോൾ ഈ ഒരു എൻറ്റയർ ഡിസ്ക് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഈ ഒരു എൻറ്റയർ ഡിസ്കിന് ഒരു റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഇത് എന്താകുന്നുണ്ട്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ റോളും ചെയ്യുന്നു. അതായത് റൊട്ടേഷൻ പ്ലസ് എന്താ പറയുക, ഈ ഒരു ഡിസ്കിനെ ബോട്ട് ഇങ്ങനെ ഒരു റോളിംഗ് മോഷനാണ് വരിക. ഈ ഒരു ഡിസ്കിന് ഈ ഒരു പോയിന്റിനെ ബോട്ട് ഈ ഒരു പോയിന്റിൽ നോക്കുമ്പോൾ റോളിംഗ് മോഷൻ വരും. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എഴുതാൻ കിട്ടും. ഇത് എഴുതാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൻസറിലേക്കായി. അപ്പോൾ ഇനിഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും എന്താക്കുക, ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, 0 = m × r²/4. ഇവിടെ r/2 2 എന്ന് പറയുമ്പോൾ r²/4, അടിയിൽ ഒരു 2 ഉണ്ട്. അപ്പോൾ mr²/4 × 2 8 പ്ലസ് ഇൻറ്റു ഒമേഗ ഉണ്ട്, ഇൻറ്റു ഒമേഗ mr²/8 × ഒമേഗ പ്ലസ് ഒമേഗ ഡാഷ് ഇവിടുന്ന് കോമൺ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒമേഗ ഡാഷ് × r × r r² m × r² കോമൺ ആക്കി എടുക്കുക. ബാക്കി എന്താ ഉള്ളത്, 1 പ്ലസ് 1/2 എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്തു, mr²/8 × ഒമേഗ ഈ പ്ലസ് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇംപ്ലൈസ് ഈക്വൽ ടു എന്ത് വരും, മൈനസ്, അതായത് ഇത് ഇങ്ങോട്ട് പോയി. അപ്പോൾ മൈനസ് mr² × ഒമേഗ ഡാഷ് × 1 + 1/2 3/2 എന്ന് വരും. അപ്പോൾ ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് mr² ക്യാൻസൽ ആയി. ഇവിടെ 2ഉം 8ഉം പോവുകയാണെങ്കിൽ ഇവിടെ എന്താവും, ഇവിടെ 4 ആവും. ഈ 2 ഒഴിവാക്കാം. ഈ 3 ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ 3 × 4 12 ആവും. അതായത് ഒമേഗ ഡാഷ് നമുക്ക് കിട്ടി ω/12 എന്ന് കിട്ടി. അപ്പോൾ ഇത് സ്റ്റെപ്പ് ക്ലിയർ ആയി വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് എഴുതാം. അതായത് ഇത് ഇക്വേറ്റ് ചെയ്താണ്. അപ്പൊ ഇത് ഒരു സൈഡിലായിട്ടുണ്ട്. അപ്പൊ mr²/8 × ഒമേഗ ഈക്വൽ ടു മൈനസ് mr² × ഒമേഗ ഡാഷ് × 3/2 എന്ന് വരും. ഈ mr² പോയി, ഈ 8ഉം 2ഉം പോയി, ഇവിടെ 4 ആവും. ഈ 3 ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ 3 × 4 12 ആവും. ഇവിടെ അതായത് 12 വരും. ഇതെല്ലാം ക്യാൻസൽ ചെയ്യും. അപ്പോൾ ω' = ω/12 എന്ന് കിട്ടും.
അപ്പോൾ ഒമേഗ ഡാഷ് ഈക്വൽ ടു ഒമേഗ ബൈ 12 ആക്ച്വലി ഇവിടെ മൈനസ് ഉണ്ട്, അതായത് ഒമേഗ ഡാഷ് ഈക്വൽ ടു മൈനസ് ഒമേഗ ബൈ 12 ആണ് വരിക, അതായത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇതിങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യാന്ന് അർത്ഥം. അപ്പോൾ ഒമേഗ ഡാഷ് ഈക്വൽ ടു ഒമേഗ ബൈ 12 എന്ന് കിട്ടി. ഇവിടെ ഒമേഗ ഡാഷ് ഈക്വൽ ടു ഒമേഗ ബൈ n തന്നെ, അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ n ഈക്വൽ ടു എന്ത് വരും, 12 എന്ന് വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. An annular disk of mass m, inner radius a and outer radius b is placed on a horizontal surface with coefficient of friction mu as shown in the figure. അതായത് ഒരു annular disk ഉണ്ട്, inner radius a ആണ്, outer radius b ആണ്. ഇതൊരു സർഫസിൽ പ്ലേസ് ചെയ്താണ്, അവിടെ ഫ്രിക്ഷൻ ഉണ്ട്, ഫ്രിക്ഷന്റെ വാല്യൂ mu, coefficient of friction mu ആണെന്ന് തന്നെ. At some time an impulse j naught into x cap, അതായത് j naught എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ ഒരു ഇമ്പൾസ് ഇമ്പാർട്ട് ചെയ്തിന്, applied at a height h above the center of the disk, അതായത് സെന്ററിൽ നിന്ന് h ഹൈറ്റിൽ ഒരു ഇമ്പൾസ് ഇമ്പാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. If h equal to hm, then the disk roll without slipping. അതായത് h equal to hm ആകുമ്പോൾ ഈ ഒരു ഇമ്പാർട്ട് ചെയ്ത മൊമെന്റം ഇമ്പാർട്ട് ചെയ്ത ഇമ്പൾസ് ഒരു hm ഡിസ്റ്റൻസ് മേത്തിലാണ് ഇമ്പാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതെന്താവും, ഈ ഡിസ്ക് റോൾ ചെയ്ത് പോകുന്ന പറയുന്നത്. വിത്തൗട്ട് സ്ലിപ്പിംഗ് വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെന്റ് ഈസ് ആർ കറക്റ്റ്. അതായത് ഇത് റോൾ ചെയ്യുകയാണെങ്കിൽ താഴെ കൊടുത്തതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യന് ഈസ് ആർ കറക്റ്റ് എന്ന് ചോദിച്ചത് MSQ ആണ്, മൾട്ടിപ്പിൾ സെലക്ഷൻ ആണ്. അപ്പോൾ എല്ലാ ഓപ്ഷനും ചെക്ക് ചെയ്യാം. ഫോർ mu നോട്ട് ഈക്വൽ ടു 0 ആൻഡ് a ടെൻഡിങ് ടു a ഈക്വൽ ടു 0 hm ഈക്വൽ ടു b/2. a ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ഇന്നർ റേഡിയസ് 0 ആയി, അതായത് മൊത്തം എന്താ ഒരു ഡിസ്ക് ആവും. അപ്പം നമുക്ക് a ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് എന്താവും, ഒരു ഡിസ്ക് ആവും. ഡിസ്കിന്റെ ബി റേഡിയസ് ഉള്ളൊരു ഡിസ്ക് ആവും, അപ്പോൾ ആ ഒരു കേസിൽ hm ഈക്വൽ ടു b/2 എന്ന് പറയുന്നത്, ആ ഒരു ഡിസ്ക് എന്ന കേസിൽ hm ഈക്വൽ ടു b/2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് j naught എന്ന് പറഞ്ഞൊരു ഇമ്പൾസ് ഇമ്പാർട്ട് ചെയ്തതിന്, അപ്പോൾ സെൻട്രൽ മാസ് നിന്ന് ഒരു ഹൈറ്റ് ഡിസ്റ്റൻസ് അപ്പുറത്താണ്, അപ്പോൾ എന്താവും ഇതിനൊരു ലീനിയർ വെലോസിറ്റി ഉണ്ടാവും, ഒരു ഒമേഗ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ലീനിയർ ഇമ്പൾസ് ഈക്വൽ ടു നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ j naught ഈക്വൽ ടു എന്താ പറയുക m into v എന്ന് കൊടുക്കുക. പിന്നാണ് j naught into h ഈക്വൽ ടു എന്ത് കൊടുക്കുക, i into ഒമേഗ എന്ന് കൊടുക്കുക. i into ഒമേഗ, ഈ i എന്ന് പറയുന്നത് എന്താ, സെൻട്രൽ പോയിന്റിന് അബൌട്ടുള്ള i ആണ്, i into ഒമേഗ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ റോൾ ചെയ്യുമ്പോൾ v ഈക്വൽ ടു എന്തായിരിക്കും, r ഒമേഗ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, r ഒമേഗ എന്ന് കൊടുക്കുക. ആർക്ക് പകരം ഇവിടെ എന്താ b ആണ്, ഇപ്പോൾ b into ഒമേഗ എന്ന് കൊടുക്കുക. അതായത് റോളിംഗ് കേസിൽ v ഈക്വൽ ടു എന്താ, b into ഒമേഗ ആണ്. അപ്പോൾ അതെന്താക്കി പുട്ട് ചെയ്ത്, അപ്പോൾ ഇതെന്താ ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ h ഈക്വൽ ടു എന്ത് വരും, i ഒമേഗ ക്യാൻസൽ ആയി, i ഡിവൈഡ് ബൈ m into b എന്ന് വരും. i ഡിവൈഡ് ബൈ m into b എന്ന് വരും. h ഈക്വൽ ടു hm, അതായത് hm ആകുമ്പോഴാണല്ലോ റോൾ ചെയ്യുക. റോൾ ചെയ്യുന്ന കണ്ടീഷനിലാണ് v ഈക്വൽ ടു r ഒമേഗ പുട്ട് ചെയ്ത് hm ഈക്വൽ ടു i ബൈ mb എന്ന് വരും. അപ്പോൾ ഇവിടെ പറയുന്നത് ഡിസ്ക് എന്ന കേസിൽ hm ഈക്വൽ ടു b/2 എന്നാണ്. അപ്പോൾ ഡിസ്ക് എന്ന കേസിൽ i എന്താ വരിക, mr²/2 അല്ലേ, അതായത് m into r എന്താ b²/2, പിന്നെ ഇവിടെ എന്തുണ്ട് m into b എന്നുണ്ട്. അപ്പോൾ m ക്യാൻസലായി, b² ക്യാൻസലായി, ബാക്കി എന്ത് വരും, b/2 എന്ന് വരും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ് മനസ്സിലാക്കുക. ഈ ഒരു സാധനം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത കേസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അടുത്ത കേസ് എന്ന് പറയുമ്പോൾ mu നോട്ട് ഈക്വൽ ടു 0 ആൻഡ് a ഈക്വൽ ടു b. a ഈക്വൽ ടു b എന്ന് പറയുമ്പോൾ എന്താ, ഈ a ബിന്റെ അടുത്തേക്ക് പോയി, അതായത് എന്തായി, ഇന്നർ റേഡിയസ് ഈക്വൽ ടു ഔട്ടർ റേഡിയസ്, അതായത് ഒരു റിംഗ് ആയി എന്നർത്ഥം. അപ്പൊ റിംഗ് എന്ന കേസിൽ hm ഈക്വൽ ടു എന്ത് വരും, i ഡിവൈഡ് ബൈ mb. i ഈ റിംഗ് എന്ന കേസിൽ എന്താ വരിക, mb² എന്ന് വരും. mr² ഈക്വൽ ടു ഇവിടെ mb² എന്ന് വരും, ഡിവൈഡ് ബൈ m into b. m ക്യാൻസൽ ആയി, b² ഒരു b പോയി, ഈക്വൽ ടു b എന്ന് വരും. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്ത്, ഈ ഒരു ഓപ്ഷന് റൈറ്റ് ആയിട്ട് വരുന്നത് കാണാം. ഇനി അടുത്ത് ഫോർ h ഈക്വൽ ടു hm, അതായത് h ഈക്വൽ ടു hm റോളിംഗ് സംഭവിക്കുന്നതാണ്. ദ ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ഇന്നർ റേഡിയസ്. അതായത് റോൾ ചെയ്യുന്ന കേസിൽ ആംഗുലർ വെലോസിറ്റി റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യൂലല്ലോ. അതായത് എല്ലാ പോയിന്റിലും ഒമേഗ ആംഗുലർ വെലോസിറ്റി ഉണ്ടാകുക, പക്ഷെങ്കിൽ ലീനിയർ വെലോസിറ്റി ആണെങ്കിൽ ഇൻ റേഡിയസിന് എന്താകും, ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ സി എന്താണ് കറക്റ്റ് ആണ്. അതായത് ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി എന്താ, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ഇന്നർ റേഡിയസ്.
ലീനിയർ വെലോസിറ്റി ആണെങ്കിൽ എന്താകും, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി അടുത്ത കേസിൽ ഫോർ മ്യൂ ഈക്വൽ ടു 0, അതായത് ഇവിടെ ഫ്രിക്ഷൻ ഒന്നുമില്ല, ആൻഡ് എച്ച് ഈക്വൽ ടു 0. എച്ച് ഈക്വൽ ടു 0 പറയുന്നത് മൊമെന്റ് ഇമ്പാർട്ട് ചെയ്യുന്നത് കറക്റ്റ് സെൻട്രൽ മാസിൽ. ദ വീൽ ഓൾവേസ് സ്ലൈഡ് വിത്തൗട്ട് റോളിംഗ്, അതായത് ഇവിടെ ഇമ്പൾസ് സെൻട്രലിലാണ് ഇമ്പാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷനിന്റെ ആബ്സെന്റ് ആയ കേസിൽ എന്താവും, സ്ലൈഡ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ അത് കറക്റ്റ് അല്ലേ? അതായത് ഫ്രിക്ഷന് റോൾ ചെയ്യണമെങ്കിൽ എന്താവും, ഇവിടെ ഫ്രിക്ഷൻ വരണോ, ഫ്രിക്ഷനാണ് റോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. മാത്രമല്ല ഇതെന്താണ്, ഇനിയിപ്പോ ഫ്രിക്ഷൻ ഉള്ള കേസിലാണെങ്കിൽ നമ്മൾ എന്താ സെൻട്രോമാസിൽ ഇമ്പൾസ് സെൻട്രോമാസിലാണ് ഇമ്പാർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താവും, ഫ്രിക്ഷന്റെ ആബ്സെന്റ് ഓഫ് ഫ്രിക്ഷനിൽ സ്ലൈഡ് ചെയ്യാനുള്ള റോൾ ചെയ്യാനുള്ള ചാൻസ് ഇല്ല എന്ന് പറയാം. ക്ലിയർ ആയി വിചാരിക്കുന്നത്. അതായത് ഇപ്പൊ ഇവിടെ ഇമ്പാർട്ട് ചെയ്ത് സെൻട്രോമാസിലാണ് വിചാരിച്ചു. ഇപ്പൊ സെൻട്രോമാസിലാകുമ്പോൾ ഇത് എന്താ പറയുക, ഈ ഒരു ഇമ്പൾസിന് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല. പിന്നെ ഫ്രിക്ഷൻ ആണ് റൊട്ടേറ്റ് ചെയ്യാനുള്ള എന്താ പറയുക, റോളിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക. പക്ഷെ ഇവിടെ ഫ്രിക്ഷനും ആബ്സെന്റ് ആണ്. അപ്പൊ ആ ഒരു കേസിൽ എന്താവും, ഇമ്പാർട്ട് ചെയ്യുന്ന ഇമ്പൾസ് കറക്റ്റ് സെൻട്രൽ ആയിക്കൊണ്ട് എന്താവും, ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താ റൈറ്റ് ആയിട്ട് വരുന്നത് കാണാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ 4 ഓപ്ഷനും റൈറ്റ് ആയിട്ട് വരുന്നത് കാണാം. നമ്മൾ ഇതിന്റെ മുമ്പ് കൈനമാറ്റിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തരും, അതിലും 4 ഓപ്ഷൻ റൈറ്റ് ആയിട്ട് വരുന്നത് കണ്ടിന്. അപ്പൊ എപ്പോഴും അങ്ങനെ ആയിക്കോണമെന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത് ക്ലിയർ ആയി വിചാരിക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. A particle of mass 1 kilogram is subjected to a force which depend on the position as F equal to minus kxi plus yj cap. അതായത് ഫോഴ്സ് ഈക്വൽ ടു എന്താ, F equal to ഫോഴ്സ് F equal to minus k into xi cap plus yj cap. യൂണിറ്റ് എല്ലാം സ്റ്റാൻഡേർഡ് SI യൂണിറ്റിലാണ്, നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, F ഈക്വൽ ടു ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അറ്റ് ടൈം t ഈക്വൽ ടു 0 ദ പാർട്ടിക്കിളിന്റെ പൊസിഷൻ r ഈക്വൽ ടു t ഈക്വൽ ടു 0 പാർട്ടിക്കിളിന്റെ പൊസിഷൻ എവിടെ, r ഈക്വൽ ടു 1/√2 i cap പ്ലസ് √2 j cap മീറ്റർ. ആൻഡ് ഇറ്റ് ഈസ് വെലോസിറ്റി v ഈക്വൽ ടു ആ ഒരു ടൈമില്ല, അതായത് ഇനിഷ്യലി ഉള്ള t ഈക്വൽ ടു 0 പൊസിഷൻ വെക്ടർ തന്നിന് വെലോസിറ്റി ഈക്വൽ ടു എന്താ പറഞ്ഞത്, മൈനസ് √2 i cap പ്ലസ് √2 j cap പ്ലസ് 2/π cap. Okay, let Vx and Vy denote the x and y component of the particle's velocity respectively. Ignore gravity. When z equal to 0.5 meter, the value of x Vy minus y Vx is എന്നാ ചോദിച്ചത്. ഇത് തന്നെയാണ് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോ നേരെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ലെങ്ത് ആണ്, പിന്നെ കുറച്ച് കാൽക്കുലേഷൻ വരുന്നുണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷനിലെ കുറച്ച് കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ചോദിച്ചിരുന്നത് എക്സ് വി വൈ മൈനസ് വൈ ഇൻറ്റു വി എക്സ്. അപ്പൊ എക്സ് ഇൻറ്റു വി വൈ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഇൻറ്റു സം ഡിസ്റ്റൻസ്. അപ്പൊ അതെന്താ, ഒരു ആംഗുലർ വെലോസിറ്റി നമുക്ക് പറയുമ്പോൾ എന്താ പറയുക, ആംഗുലർ ആം ഇൻറ്റു വെലോസിറ്റി എന്നല്ല, അപ്പൊ അതൊരു പൊസിഷൻ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ആംഗുലർ വെലോസിറ്റി ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ എഫ് ഈക്വൽ ടു എന്താ, മൈനസ് കെ ഇൻറ്റു എക്സ് ഐ പ്ലസ് വൈ ജെ കേപ്പാ. അപ്പൊ വരുമ്പോൾ ഒരു കോർഡിനേറ്റ് വരികയാണെങ്കിൽ ഇവിടെ എക്സ്, ഇവിടെ വൈ, ഫോഴ്സ് എന്താ, ഐ കേപ്പ് ഉണ്ട്, ജെ കേപ്പ് ഉണ്ട്, അതായത് എക്സ് വൈ പ്ലെയിനിലാണ് ഫോഴ്സ് ഉള്ളത്. മൈനസ് കെ ഇൻറ്റു എക്സ് ഐ പ്ലസ് വൈ ജെ കേപ്പാ, അതായത് എക്സ് ഐ പ്ലസ് വൈ ജെ കേപ്പ് എന്ന് പറയുമ്പോൾ എന്താ, സെൻറ്റർ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ കൂടി പാസ് ചെയ്യുന്ന ഒരു പൊസിഷൻ വെക്ടറാണ്, അതായത് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെൻട്രലോട്ടാണ്. അതിന്റെ പാസ് ചെയ്യുന്നത് എന്താ, സീറോ കൂടി പാസ് ചെയ്യും, അതായത് ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫോഴ്സ് ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോഴ്സ് ഒറിജിനിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഈ ആംഗുലർ മൊമെന്റം എബൌട്ട് ഓ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കൺസേർഡ് ആയിരിക്കും അല്ലെ, അതായത് ഒറിജിൻ എബൌട്ടുള്ള ആംഗുലർ മൊമെന്റം കൺസേർഡ് ആയിരിക്കും. കാരണം ഒറിജിൻ എബൌട്ട് എന്തില്ല, ടോർക്ക് ഇല്ല, ഫോഴ്സ് ഉണ്ടെങ്കിലും ടോർക്ക് ഇല്ല. അതെന്തുകൊണ്ടാ, ഫോഴ്സ് ഓ എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് വെക്ടർ ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ആ പോയിന്റിനെ എബൌട്ട് ആ ഫോഴ്സിന് എന്താവില്ല, റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഓൺ എബൌട്ടിലെ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറയാം. അപ്പോൾ ഓൺ എബൌട്ടിലെ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഓൺ അബൌട്ട് ഇനിഷ്യലി എന്താണോ ആംഗുലർ മൊമെന്റ് ഉള്ളത് അത് തന്നെ എന്ത് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഇനിഷ്യൽ ആംഗുലർ മൊമെന്റ് എന്താ വരിക? എം ഇൻറ്റു ആർ ക്രോസ് വി അല്ലേ വരിക? എം ഇൻറ്റു ഇനിഷ്യൽ ആംഗുലർ മൊമെന്റ് നമുക്ക് എന്ത് പറയാ? എൽ ഇനിഷ്യൽ ഈക്വൽ ടു എം ഇൻറ്റു ആർ ക്രോസ് വി എന്ന് പറയാം. അപ്പൊ അത് ഇങ്ങനെ ചെയ്യാം, ഈ ആർ ക്രോസ് വി എങ്ങനെ കാണാം? അതായത് എം ഇൻറ്റു ആർ ക്രോസ് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ജെ കെ, ആർ ക്യാപ് എന്താ വരിക? 1/√2 ഐ പ്ലസ് ഐ കമ്പൗണ്ട് 1/√2, ജെ കമ്പൗണ്ട് √2, കെ കമ്പൗണ്ട് ആർ 0. ഇനി വെലോസിറ്റി എന്താ വരിക? ഐ കമ്പൗണ്ട് -√2, ജെ കമ്പൗണ്ട് +√2, കെ കമ്പൗണ്ട് 2/π. ഇതാണ് ഇനിഷ്യൽ ആംഗുലർ മൊമെന്റം. ഇനി ഫൈനൽ ആംഗുലർ മൊമെന്റം എന്താ വരിക? ഫൈനലി സപ്പോസ് ഏതോ ഒരു പോയിന്റ് എക്സ് കോർഡിനേറ്റ് എക്സ്, വൈ കോർഡിനേറ്റ് വൈ, സെഡ് കോർഡിനേറ്റ് സെഡ്, വെലോസിറ്റി കമ്പൗണ്ട് വി എക്സ്, വി വൈ, വി സെഡ്. ഇത് തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗുലർ മൊമെന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെ ചെയ്യാം? ഐ ഇൻറ്റു ഇവിടെ നമ്മൾ ചോദിച്ചെന്താ? എക്സ് ഇൻറ്റു വി വൈ മൈനസ് വൈ ഇൻറ്റു വി എക്സ് അല്ലേ? അതായത് എക്സ് ഇൻറ്റു വി വൈ മൈനസ് വൈ ഇൻറ്റു വി എക്സ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്താ? 1/√2 ഇൻറ്റു വി വൈ, 1/√2 ഇൻറ്റു √2, അതായത് 1/√2 ഇൻറ്റു √2 മാറ്റി തന്നെ. അതായത് എക്സ് ഇൻറ്റു വി വൈ എന്ന് പറയുമ്പോൾ 1/√2 ഇൻറ്റു √2, 1/√2 ഇൻറ്റു √2 മൈനസ് വൈ ഇൻറ്റു വി എക്സ്, അതായത് √2 ഇൻറ്റു -√2, √2 ഇൻറ്റു -√2. ഇത് ഈക്വൽ ടു എന്താ വരിക? 1/√2 ഇൻറ്റു 1/√2, സോറി 1/√2 ഇൻറ്റു √2 ആണ്. (1/√2 ഇൻറ്റു √2 പറയുമ്പോൾ 1 വരും, -√2 ഇൻറ്റു +√2 √2 വരും, അതായത് സോറി -√2 ഇൻറ്റു √2 എന്ന് പറയുമ്പോൾ -2 വരും. ഈ മൈനസ് ഇൻറ്റു മൈനസ് +2 എന്ന് വരും. അപ്പൊ ഈക്വൽ എന്ത് വരും? 3 എന്ന് വരും. അപ്പൊ ഈ ഒരു ഓപ്ഷന്റെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് എന്ത് മനസ്സിലാക്കുക? 3 ആണ് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് അറിയേണ്ടത്. അതായത് ഫസ്റ്റ് ഫോഴ്സ് വെക്ടർ എന്താണ്? ഒറിജിനിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഒറിജിൻ അബൌട്ടുള്ള എന്താ പറയാ പിന്നെ ടോർക്ക് 0 ആയിരിക്കും. അപ്പോൾ ഒറിജിൻ അബൌട്ടുള്ള ആംഗുലർ മൊമെന്റ് എന്താ? ഇനിഷ്യലി എന്താണോ വാല്യൂ അത് തന്നെ എപ്പോഴും വരും. അപ്പോൾ അറ്റ് എനി പോയിന്റ് എക്സ് വി വൈ ഈക്വൽ ടു എക്സ് വി വൈ മൈനസ് വൈ വി എക്സ് എന്നുള്ളത് ഇനിഷ്യലി ഉള്ള എക്സ് ഇൻറ്റു വി വൈ മൈനസ് വൈ വി എക്സ് എന്താ പറയാ? അതായത് ഈ ഒരു സാധനം എന്താ? പിന്നെ ആംഗുലർ മൊമെന്റും, അതായത് സെഡ് ഡയറക്ഷനിലെ ആംഗുലർ മൊമെന്റത്തിന്റെ കമ്പൗണ്ട് ആണ്. അപ്പോൾ ഇനിഷ്യലി ഉള്ള സെഡ് ഡയറക്ഷനിലെ ആംഗുലർ മൊമെന്റം തന്നെ ആയിരിക്കും എന്ത് ഫൈനലും വരാന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിക്കുക. എ തിൻ സർക്കുലർ കോയിൻ ഓഫ് മാസ് 5 gram and radius 4/3 centimeters initially in a horizontal xy plane. The coin is tossed vertically up positive z direction by applying an impulse of √π/2 into 10⁻²Newton/second at a distance 2/3 centimeter from its center. അതായത് നമ്മുടെ അടുത്തുണ്ട് ഒരു കോയിൻ ഉണ്ട്. ആ കോയിന്റെ റേഡിയസ് 4/3 centimeter ആണെന്ന് പറഞ്ഞാണ്. അപ്പോൾ 4/3 centimeter ആയിട്ടുള്ള കോയിന്റെ സെന്ററിന് 2/3 centimeter അപ്പുറത്ത് എന്തായി ഒരു ഇമ്പൾസ് കൊടുത്തു. ആ ഇമ്പൾസിന്റെ മാഗ്നിറ്റ്യൂഡ് √π/2 ആണ്, ഇൻറ്റു 10⁻² Newton/second ആണെന്ന് പറഞ്ഞാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈ ദ ടൈം the coin reaches back to its initial the coin is spin about its diameter and moves along the positive z direction. By the time the coin reaches back to its initial position, it completes an rotation. Then the value of n എന്നാ ചോദിച്ചത്. അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കോയിൻ ടോസ് ചെയ്യുക. അപ്പൊ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ കോയിനെ കുറച്ച് എൻലാർജ് ചെയ്ത് വരച്ചാണ്. അപ്പൊ നമ്മൾ എന്താ ഇവിടെ ഒരു ഇമ്പൾസ് കൊടുത്ത്, അപ്പൊ ഇവിടെ ഒരു ഇമ്പൾസ് കൊടുക്കുമ്പോൾ ഈ കോയിൻ എന്താവും? ഈ ഒരു ഡയമെട്രിക്കൽ ആക്സിനെ ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നാണെങ്കിൽ എന്താവും? ഒരു ഇമ്പൾസ് ഇമ്പാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സെൻട്രൽ മാസ് എന്താവും? ഒരു വി വെലോസിറ്റിയും വരും. ഇതെന്താവും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മേലെ പോയി കറങ്ങി താഴോട്ട് വീഴുക ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ ഒരു ഇമ്പൾസ് ഇമ്പാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കറങ്ങി മേലോട്ട് പോയി താഴോട്ട് വരുമ്പോഴേക്ക് എത്ര റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തെന്നാണ് ചോദിച്ചത്. അതായത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെയും കൺസെപ്റ്റ് പിന്നെ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ സാധനം അപ്ലൈ ചെയ്യുക. അതായത് ഇനിഷ്യലി നമുക്ക് ലീനിയർ മൊമെന്റം കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഇമ്പൾസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് വരും.
അപ്പോൾ I ഈക്വൽ ടു എം ഇൻറ്റു വി. ഐ എന്താ വരുന്നത്? റൂട്ട് പൈ ബൈ ടു. റൂട്ട് പൈ ബൈ ടു ഇൻറ്റു 10⁻², വിച്ച് ഈസ് ഈക്വൽ ടു എം എത്ര? 5 × 10⁻³ കിലോഗ്രാം. 5 × 10⁻³ ഇൻറ്റു എം ഇൻറ്റു വി എന്ന് പറയുന്നത് വി നമുക്ക് അറിയില്ല. വി അവിടെ വിക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്താ വരിക? വി ഈക്വൽ ടു റൂട്ട് പൈ ബൈ ടു ഇൻറ്റു 10⁻² ഡിവൈഡ് ബൈ 5 × 10⁻³ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? റൂട്ട് പൈ ബൈ ടു ഇൻറ്റു -3ഉം -2ഉം ക്യാൻസലായി. ഇവിടെ ഒരു -10 ഉണ്ടാവും. മേലോട്ട് പോകുമ്പോൾ +10 ഉണ്ടാവും. അടിയിലൊരു 5 ഉണ്ട്. ഇത് ഈക്വൽ ടു എന്ത് വരും? അപ്പോൾ വി ഈക്വൽ ടു എന്ത് വരും? 10/5 എന്ന് പറയുമ്പോൾ അപ്പോൾ റൂട്ട് പൈ ബൈ ടു ഇൻറ്റു 2 എന്ന് വരും. ഈ 2 ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പൈ ബൈ ടു റൂട്ടിനുള്ളിൽ കയറുമ്പോൾ 4 ആവും. അപ്പോൾ 4ഉം 2ഉം വെട്ടും. ഇതെന്ത് വരും? റൂട്ട് 2π എന്ന് വരും. അപ്പോൾ ഇനി കിട്ടുന്ന വെലോസിറ്റി റൂട്ട് 2π എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു വെലോസിറ്റിയിൽ സെൻട്രൽ മാസ് നമ്മൾ ഒരു പാർട്ടിക്കിളായി കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിന് ഒരു റൂട്ട് 2π വെലോസിറ്റി ഉണ്ടെങ്കിൽ ഇത് ഹയസ്റ്റ് പോയിന്റിൽ എത്താൻ എത്ര ടൈം എടുത്തിട്ടുണ്ടാവും? വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ എന്താ? 0 വെലോസിറ്റി. അപ്പോൾ വി ഈക്വൽ ടു യു പ്ലസ് എ ടി അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി 0, ഇനിഷ്യലി ഉള്ള വെലോസിറ്റി റൂട്ട് 2π. ആക്സലേഷൻ -g 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 10 ഇൻറ്റു ടി. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 10 × ടി ഈക്വൽ ടു എന്ത് വരും? റൂട്ട് 2π എന്ന് വരും. ടി ഈക്വൽ ടു എന്ത് വരിക? റൂട്ട് 2π ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. ഇതെന്താണ്? ഹയസ്റ്റ് പോയിന്റിൽ എത്താനുള്ള ടൈമാണ്. ഇനി അവിടെ പോയി തിരിച്ചു വരാൻ എന്താ? ടൈം ഓഫ് അസെൻഡ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻഡ് ആണ്. അപ്പോൾ ഇതെന്താവും? 2 ടൈംസ് വരും. ഇപ്പോൾ 2 × ടി വരും. അപ്പോൾ ടോട്ടൽ ടൈം എന്താ വരിക? അതായത് മേലെ പോയി താഴത്ത് വരാനുള്ള ടൈമാണ് ടോട്ടൽ ടൈം. അത് എന്ത് വരും? 2 × 2π/10 എന്ന് വരും. അപ്പോൾ ഇത് മേലെ പോയി താഴെ വരാനുള്ള ടൈം എന്താണ്? ടോട്ടൽ ടൈം 2 × √2π/10 ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും ടൈം കൊണ്ട് ഇനി നമുക്ക് എന്താണ്? ഇത് ഈ ഒരു ഇമ്പൾസ് 2/3 സെന്റിമീറ്ററിൽ പിന്നെ ഈ ഒരു ഇമ്പൾസ് ഇമ്പാർട്ട് ചെയ്ത് തരാം. ഇന്ന് കിട്ടിയ ആംഗുലർ വെലോസിറ്റി കാണാം. ആംഗുലർ വെലോസിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ആംഗുലർ വെലോസിറ്റിയിൽ ഈ ടൈം കൊണ്ട് എത്ര എന്താ പറയുക എത്ര ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്തിട്ടുണ്ടാവും? അത് തീറ്റ ഈക്വൽ ടു എന്താ പറയുക? ½ AT² അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്താ പറയുക ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റിന്റെ ടൈം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഈ ഒരു ടൈം കൊണ്ട് എത്ര ആംഗുലർ ഡിസ്പ്ലേസ് ചെയ്തെന്ന് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താക്കണം? ഒമേഗ കണ്ടുപിടിക്കുക. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻ കാണാൻ എളുപ്പമാണ്. അപ്പോൾ ആദ്യം ഒമേഗ കണ്ടുപിടിക്കുക. അപ്പോൾ ഒമേഗ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താക്കുക? ആംഗുലർ ഇമ്പൾസ് ഈക്വൽ ടു I × ഒമേഗ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡിസ്ക് ആകുമ്പോൾ നമുക്ക് I mr²/2 എന്ന് എടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഏത് ആക്സിന് എബൌട്ട് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് നോക്കണം. അതായത് ഇതാണ് നമ്മളെ കോയിന്. അപ്പോൾ ഇതെന്താണ്? ഈ ഡയമീറ്ററിന് എബൌട്ട് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇമ്പൾസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കറങ്ങി പോണത്. നമ്മുടെ mr²/2 വരെ ഈ ഒരു ആക്സിന് എബൌട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് mr²/2 വരിക. ഇത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ആ ഒരു കേസിൽ I എന്താ വരിക? mr²/4 എന്ന് വരും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ആംഗുലർ ഇമ്പൾസ് ഈക്വൽ ടു I ഒമേഗ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ആംഗുലർ ഇമ്പൾസ് എന്താ വരിക? ലീനിയർ ഇമ്പൾസ് എന്ന് പറയുന്നത് റൂട്ട് π/2. ഓക്കെ, റൂട്ട് π/2 എന്നാണ്. അപ്പോൾ അതാ റൂട്ട് π/2 × 10⁻² ഇൻറ്റു ഡിസ്റ്റൻസ് 2/3 സെന്റിമീറ്റർ. അപ്പോൾ എന്ത് വരും? അപ്പോൾ ആംഗുലർ മൊമെന്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആംഗുലർ ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ആംഗുലർ മൊമെന്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റൂട്ട് π/2 ഇൻറ്റു 10⁻² ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര? 2/3 സെന്റിമീറ്റർ. അതായത് 2/3 ഇൻറ്റു 10⁻² ഈക്വൽ എന്താ വരിക? I ഇൻറ്റു അതായത് I ഇൻറ്റു ഒമേഗ എന്ന് വരും. ഇവിടുന്ന് ഒമേഗ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഒമേഗ ഈക്വൽ എന്ത് വരിക? റൂട്ട് π/2 ഇൻറ്റു 10⁻² 10⁻4 ഇൻറ്റു 2/3 വരും. ഡിവൈഡ് ബൈ I എന്താ? mr²/4 ആണ്. അപ്പോൾ mr²/4 എമ്മിന്റെ വാല്യൂ എന്താ? M 5 ഗ്രാം അല്ലേനോ? M = 5 ഗ്രാം. ഓക്കെ,
അപ്പോൾ എം ആർ സ്ക്വയറിൽ എം ഈക്വൽ ടു 5 × 10⁻³ കിലോഗ്രാം, ആർ ഈക്വൽ ടു എന്താ 4/3, അതായത് 4/3 × 10⁻² ഹോൾ സ്ക്വയർ, അതായത് എം ആർ സ്ക്വയർ ബൈ 4 ഉണ്ട്, ബൈ 4 മേലോട്ട് പോകുമ്പോൾ ഇൻറ്റു 4 ആവും. അപ്പോൾ ഇത് ഈക്വൽ എന്താ വരിക, √π/2 അടക്കട്ടെ, 10⁻⁴ ഇൻറ്റു 2 × 4 ഡിവൈഡഡ് ബൈ ഈ 3 ഇൻറ്റു ഈ 5 ഇൻറ്റു 10⁻3, 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9, 10⁻²ന്റെ സ്ക്വയർ 10⁻⁴. അപ്പോൾ ഇതും ക്യാൻസൽ ആവും. പിന്നെ ഈ 3യും 9ഉം ക്യാൻസൽ ആയി. ഇവിടെ എന്ത് വരും, 3 വരും, ഇത് വെട്ടാം. അപ്പൊ എന്ത് വരും, പിന്നെ 4 ഉണ്ട്, 16 ഉണ്ട്, അപ്പൊ ഇവിടെ 4 വരും. അപ്പൊ 3 മേലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്, അപ്പൊ 3 × 2 6 × √π/2 ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താ ഉള്ളത് ബാക്കി 5 × 4 20 വരും. വിച്ച് ഈസ് ഈക്വൽ എന്താ 6/20 പറയുമ്പോൾ 3/10 × √π/2 എന്ന് വരും. ഇതാണ് എന്ത് നമ്മളെ ഒമേഗ. അപ്പോൾ തീറ്റ ഈക്വൽ ടു ഒമേഗ × ടി അപ്ലൈ ചെയ്യുക. അതായത് തീറ്റ ഈക്വൽ ടു ഒമേഗ ഇനിഷ്യൽ × ടി പ്ലസ് ഹാഫ് × ആൽഫ × ഡി സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ സെൻട്രൽ ബോട്ട് എന്തല്ല, ടോർക്ക് ഒന്നുമില്ല. അതായത് സെൻട്രൽ ബോട്ട് നമ്മൾ ഇനിഷ്യലി ഇമ്പൾസ് കൊടുത്തതിന് ശേഷം പിന്നെ ടോർക്ക് എന്താ ഗ്രാവിറ്റി ആണ്, അത് സെൻട്രൽ പോയിന്റ് കൂടിയാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ സെൻട്രൽ ബോട്ട് പിന്നെ ടോർക്ക് ഒന്നുമില്ല. അപ്പോൾ കോൺസ്റ്റന്റ് എന്താ പറയുക, കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി മോഷൻ ആണ്. അപ്പൊ തീറ്റ ഈക്വൽ എന്ത് കൊടുക്കുക, ജസ്റ്റ് ഒമേഗ × ടി എന്ന് കൊടുക്കുക. അപ്പൊ തീറ്റ ഈക്വൽ ടു ഒമേഗ × ടി എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ എന്താ 3/10 × √π/2 ഇൻറ്റു ടി എന്താ ടി 2 × √2π/10, 2 × √2π/10, 2 × √2π/10 എന്ന് വരും. അപ്പൊ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ 3 × 2 6 വരും. അപ്പോൾ ജസ്റ്റ് തീറ്റ ഈക്വൽ എന്താ വരിക, ഇത് 3/10 ഓക്കെ, പിന്നെ ഒരു 2/10, പിന്നെ ഇത് ഉള്ളിലോട്ട് എടുക്കുകയാണെങ്കിൽ 2π × π/2, 2 × ക്യാൻസൽ ആവും, റൂട്ടിൻ്റെ ഉള്ളിൽ π² വരും, ഇപ്പോൾ പുറത്തെടുക്കുമ്പോൾ π എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ എന്താ വരിക, which is equal to 6/100 × π, 6/100 × π എന്ന് വരും. ഷോഡോ മിസ്റ്റേക്ക് കിട്ടിയിരുന്നല്ലോ. ഒമേഗ ഈക്വൽ 3/10 × √π/2, അതൊക്കെ 3/10 × √π/2, 3/10 × √π/2. ടൈമിന്റെ വാല്യൂ 2 × √2π/10, 2 × √2π/10, 2 × √2π/10 ഓക്കെ. അപ്പോൾ 2 × ക്യാൻസൽ ആയി, π² ഓക്കെ, π. അപ്പോൾ 6π/100, 6π/100 ഒമേഗ ടി 3/10 π/2. ഓക്കെ, ഇവിടെ നമുക്ക് 10⁻³ കൺസിഡർ ചെയ്തില്ല. അപ്പോൾ 10⁻³ മേലോട്ട് പോകുമ്പോൾ 10⁻³ വരൂലേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു 10⁻³ ഉണ്ട്. 10⁻³ മേലോട്ട് വരുമ്പോൾ 10⁻³ വരും. അപ്പോൾ ഒമേഗ ഈക്വൽ എന്ത് വരും, ഇൻറ്റു 10⁻³ വരും. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇവിടെ നമുക്കൊരു 10⁻³ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്തുണ്ട്, ഇൻറ്റു 10⁻³ ഉണ്ട്. അപ്പോൾ എന്താ വരിക, ഇവിടെ 100 ഉണ്ട്, ഇവിടെ 1000 ഉണ്ട്. അപ്പോൾ എന്ത് വരും, 10 വരും. 2 × 3 6 ആണ്, 6 × 10 60π എന്ന് വരും, 60 × π എന്ന് വരും. അപ്പോൾ തീറ്റ ഈക്വൽ എന്ത് കിട്ടി, 60π എന്ന് കിട്ടി. ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. അതായത് നമ്മൾ 10⁻³ എന്തായില്ല, നേരത്തെ കൺസിഡർ ചെയ്തില്ലായിരുന്നു. അപ്പോൾ കൺസിഡർ ചെയ്തെങ്കിൽ തീറ്റ ഈക്വൽ 60π എന്ന് കിട്ടി. അപ്പോൾ നമ്മളോട് ചോദിച്ചു നമ്പർ ഓഫ് റൊട്ടേഷൻ ആണ്. അപ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഈക്വൽ 6π എന്ന് കിട്ടി. ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ 2π റേഡിയൻ ആണ്. അപ്പോൾ ഈ 6π റേഡിയനിൽ എത്ര 2π റേഡിയൻ ഉണ്ടോ അത്രയും നമ്പർ ഓഫ് റെവല്യൂഷൻ എന്തായിട്ടുണ്ടാവും, റിവോൾവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 6πd, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻ കാണാൻ എന്താ, ഇപ്പൊ നമ്മൾക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻ കാണാൻ 2π × n ആണ് എന്ത് 60 എന്ന് പറയുന്നത്, അതായത് 60π എന്ന് പറയുന്നത്. അതായത് 60π റേഡിയൻ വരാൻ വേണ്ടിയിട്ട് നമുക്ക്
എന്താ പറയുക, n ഇൻറ്റു 2π റേഡിയൻ ആണല്ലോ 60. അതായത് ഒരു റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ 2π റേഡിയൻ ആണ്. അപ്പൊ അങ്ങനത്തെ n എണ്ണം കൂടിയിട്ടാണ് 60π റേഡിയൻ ആയി. അപ്പൊ n ഈക്വൽ ടു എന്ത് വരും, 60π ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 30 എന്ന് വരും. അപ്പൊ നമുക്ക് n ഈക്വൽ ടു നമ്മൾ എന്ത് എടുക്കുക, 30 എന്ന് വരും. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ 30 ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ കുറെ കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഇമ്പൾസിന്റെ പാർട്ടിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ n ഈക്വൽ ടു 30 വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 30 ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് 30 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് ഞാൻ ഈ ഒരു സെക്ഷൻ മൈൻഡ് അപ്പ് ചെയ്യാം. റൊട്ടേഷനിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചിലപ്പോൾ പാർട്ട് 2 ആയിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ക്വസ്റ്റ്യൻ കൂടി ലാസ്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. A flat surface of a thin uniform disk A of radius r is glued to a horizontal table. Another thin uniform disk B of mass m and with the same radius r rolls without slipping on the circumference of A as shown in the figure. ഇതെന്താണ്, ഗ്ലൂ ചെയ്ത് വെച്ചാണ്. ഇവിടെ ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ഫിക്സ് ചെയ്ത് വെച്ചാണ് മനസ്സിലാക്കുക. അതിന് ചുറ്റും എന്താണ്, ഇത് ഇങ്ങനെ റോളിംഗ് മോഷൻ ഇതിന് ചുറ്റും റോൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചത്, ദ സെന്റർ ഓഫ് മാസ് ഓഫ് ബി ഹാസ് എ ഫിക്സ്ഡ് ആംഗുലർ വെലോസിറ്റി ഒമേഗ അബൌട്ട് ദി വെർട്ടിക്കൽ ആക്സിസ് പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് എ. അതായത് ഈ എ എന്ന് പറഞ്ഞ പോയിന്റിന് അബൌട്ടിലെ ഈ എ എന്ന് പറഞ്ഞ ഡിസ്കിന്റെ സെന്റർ പോയിന്റിന് അബൌട്ട് ഇതിനുണ്ട് ഒരു ഒമേഗ വെലോസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒമേഗ എന്ന് പറയുന്നത് ഇതിന്റെ സെന്റർ പോയിന്റിന് അബൌട്ട് അല്ല. അത് ശ്രദ്ധിക്കണം. അതുണ്ടെങ്കിൽ എന്താവും, ഓപ്ഷൻ ആൻസർ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു എ എന്ന് പറഞ്ഞ പോയിന്റിന് അബൌട്ട് ആണ് എന്ത്, ഈ ഒരു ഒബ്ജക്റ്റിന് ഒമേഗ വെലോസിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് എന്താ പറയുന്നത്, about the vertical axis passing through the center of A, the angular momentum of B is nm omega r square with respect to the center of A. Which of the following is the value of n എന്ന് ചോദിച്ചു. അതായത് ഈ ഒരു ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന് ഈ എ എന്ന് പറഞ്ഞ പോയിന്റിന് അബൌട്ട് ഈ ഒരു സെന്റർ പോയിന്റിന് അബൌട്ട് ഒരു ആംഗുലർ മൊമെന്റം ഉണ്ട്. ആ ആംഗുലർ മൊമെന്റം കണ്ടിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യാണ് വേണ്ടി. അപ്പോൾ സപ്പോസ് ഇതിങ്ങനെ റോൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഒരു വി വെലോസിറ്റി ഉണ്ടെന്ന് വിചാരിച്ചോ. ഇങ്ങനെ റോൾ ചെയ്യണമെങ്കിൽ ഓക്കെ, ഇങ്ങനെ വി വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ സെന്റർ പോയിന്റിന് അബൌട്ട് ഇങ്ങനെ വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റിയിലും പിന്നെ ഒരു പെർട്ടിക്കുലർ ഒമേഗ, ഈ ഒമേഗ അറിയുന്നത് ഈ എന് അബൌട്ടുള്ള ഒമേഗയാണ്. അതൊരു ഒമേഗ ഡാഷ് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഒമേഗ ഡാഷിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, വി വെലോസിറ്റി ഇങ്ങനെ ട്രാൻസ്ലേറ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ റോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ റോൾ ചെയ്യുന്നത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒമേഗ അറിയണമെങ്കിൽ ഈ ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എ എന്ന് പറഞ്ഞ ഡിസ്കിന്റെ സെന്റർ പോയിന്റിനെ അബൌട്ടാണ്. അപ്പൊ അത് എങ്ങനെയായിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെന്റർ പോയിന്റിനെ അബൌട്ട് ഇത് ഇങ്ങനെ എന്താണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അന്ന് കൊടുക്കുക വി ബൈ ആർ ഈക്വൽ ടു ഒമേഗ എന്ന് കൊടുക്കുക. ഈ ആർ ഉദ്ദേശിച്ച് ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇത്രയും ആർ ഉണ്ട്, ഇത്രയും ഒരു ആർ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഒരു 2r എന്ന് വരും. അപ്പൊ വി ബൈ 2r ഈക്വൽ ടു ഒമേഗ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഇനി വി ഈക്വൽ ടു ഒമേഗ ഡാഷും ബിയും തമ്മിൽ എങ്ങനെ കണക്ഷൻ? ഇപ്പൊ ഇത് റോളിംഗ് മോഷനിൽ വി ഈക്വൽ ടു ആർ ഒമേഗ ഡാഷ് എന്ന് വരും. അപ്പൊ വി ഈക്വൽ ടു എന്ത് വരും, ആർ ഇൻറ്റു ഒമേഗ ഡാഷ് എന്ന് വരും. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കാര്യം ശ്രദ്ധിക്കേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്കിന്റെ സെന്റർ പോയിന്റിനെ ബോട്ടുള്ള ഒമേഗയാണ്. ഈ ഒമേഗ ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്കിന്റെ സെന്റർ പോയിന്റിനെ ബോട്ടുള്ള ഒമേഗ ഡാഷ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒമേഗയും ഈ വെലോസിറ്റി എങ്ങനെ കണക്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെലോസിറ്റി എന്താണ്, ഈ വെലോസിറ്റിയിൽ എന്താ ഇങ്ങനെ റിവോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ റൊട്ടേഷൻ ഉണ്ട്, അതായത് ഇങ്ങനെ റോളിങ് ചെയ്യാണ്. അതിൽ ട്രാൻസ്ലേഷൻ വെലോസിറ്റി വി ഉണ്ട്. അപ്പോൾ ആ വിയും ഈ ഒമേഗയും കണക്ട് ചെയ്യുകയാണെങ്കിൽ വി ബൈ 2 ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് 2r ഈക്വൽ ടു ഒമേഗ എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്നാണ് ഇത് ചെയ്ത്. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സാധനം കിട്ടും. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താ, ദ ആംഗുലർ മൊമെന്റം ഓഫ് ബി ഈസ് nm ഒമേഗ r സ്ക്വയർ എന്നാണ്. അപ്പോൾ ആംഗുലർ മൊമെന്റം കാണാൻ എന്താ, ഒന്ന് ഐ ഒമേഗ വരും. അതായത് സെന്റർ പോയിന്റിന് അബൌട്ട് ഒമേഗ ഡാഷ് ഉണ്ട്. അപ്പോൾ ആംഗുലർ മൊമെന്റം എന്ന് പറയുമ്പോൾ ഈ എൻ അബൌട്ട് റോളിംഗ് ഉണ്ട്, പിന്നെ എന്താ പറയുക ഈ ഒരു വെലോസിറ്റി കാരണമുള്ള ആംഗുലർ മൊമെന്റം വരും. അപ്പോൾ ഐ ടോട്ടൽ എന്ന് പറയുന്നത് അബൌട്ട് ആംഗുലർ മൊമെന്റം അല്ലേ ചോദിച്ചേ. ആംഗുലർ മൊമെന്റം ഡിനോട്ട് ചെയ്യാം. സപ്പോസ് ജെ ഡിനോട്ട് ചെയ്യാം. ജെ അബൌട്ട് എന്ന് പറയുന്നത് എന്ത് വരും, ഒന്ന് ഐ ഇൻറ്റു ഒമേഗ ഡാഷ് വരും. ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെന്റർ പോയിന്റ് അബൌട്ടുള്ള റൊട്ടേഷൻ ആണ്. അപ്പോൾ ആ റൊട്ടേഷൻ ഈ സെന്റർ പോയിന്റ് അബൌട്ടിനെ കൊണ്ട് ഐ എന്ത് വരും, mr² by 2 വരും.
അപ്പോൾ എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഒമേഗ ഡാഷ് പ്ലസ് ഈ വി കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എം വി ഇൻറ്റു ആർ വരും. എം വി ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ എം വി ഇൻറ്റു ആർ പ്ലസ് ആർ 2R വരിക. എം വി ഇൻറ്റു 2R എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത് നമ്മളെ ഇതാണ് നമ്മളെ ആൻസർ. പക്ഷെങ്കിൽ ഇത് എന്തിൻ്റെ ടേമിൽ ഇതുണ്ട്. അപ്പോൾ ഒമേഗ ഡാഷ് നമുക്ക് വേണ്ട, പിന്നാണെങ്കിൽ വിയും വേണ്ട. അപ്പോൾ ഇത് നമുക്ക് എന്താക്കണം, ഇതുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതെന്താ ചെയ്യുക, അപ്പോൾ ഇത് എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഒമേഗ ഡാഷ് ഉണ്ട്. ഒമേഗ ഡാഷിന് നമുക്ക് എന്ത് കൊടുക്കാം, വി ബൈ ആർ എന്ന് കൊടുക്കാം. അപ്പോൾ വി ബൈ ആർ എന്ന് ഇവിടെ പുട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് ഇങ്ങോട്ട് എഴുതുന്നുണ്ട്, ജെ എ ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 ഒമേഗ ഡാഷ് നമുക്ക് വി ബൈ ആർ എന്ന് പുട്ട് ചെയ്ത് പ്ലസ് എം വി ഇൻറ്റു 2R, അതായത് 2MVR. ഇപ്പോൾ ആറും ക്യാൻസലായി. ഇവിടെ എന്താ വരിക, എം വി ആർ ബൈ 2 പ്ലസ് 2MVR, എം വി ആർ ബൈ 2 പ്ലസ് 2MVR. ഇതെന്താ വരിക, എം വി ആർ കോമൺ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 പ്ലസ് 2, ഇതെന്താ വരിക 5/2 MVR എന്ന് വരും. അപ്പോൾ 5/2 MVR എന്ന് വരും എന്ത് നമ്മളെ ആംഗുലാർ മൊമെന്റം. ഇനി നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് ഒമേഗയിലേക്ക് ആക്കണം. അപ്പോൾ വി ഈക്വൽ ടു എന്താ പറയുക 2R ഒമേഗ എന്ന് പറഞ്ഞു. അപ്പോൾ വി ഈക്വൽ ടു 2R ഒമേഗ പുട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എഴുതണ്ടേ, കൺഫ്യൂഷൻ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് എഴുതണ്ടേ. ഇപ്പൊ ജെ ഈക്വൽ ടു എന്താ വരിക, ഈ ജെ അബൌട്ട് എ എന്ന് പറയുന്നത് MVR ബൈ 2 പ്ലസ് 2MVR which is equal to എന്താ, MVR കോമൺ ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ 1/2 പ്ലസ് 2 which is equal to എന്താ 5/2 MVR എന്ന് വരും. ഇനി നമുക്ക് ഓപ്ഷനിൽ ഒമേഗന്റെ ടേമിലാണ്. അപ്പോൾ വിനെ വീണ്ടും മാറ്റുക. വി ഈക്വൽ എന്താ 2R ഇൻറ്റു ഒമേഗ. അപ്പോൾ വി ഈക്വൽ ടു 2R ഒമേഗ കൊടുക്കുകയാണെങ്കിൽ 5/2 ഇൻറ്റു എം ഇൻറ്റു വിക്ക് 2R ഒമേഗ കൊടുക്കുക. 2R ഒമേഗ ഇൻറ്റു ആർ, ഇവിടെ ഒരു ആർ ഉണ്ട്. അപ്പോൾ ഇതെന്താ വരിക, 2 ഉം 2 ക്യാൻസലായി. അപ്പോൾ 5 ഇൻറ്റു എം ആർ സ്ക്വയർ ഒമേഗ എന്ന് വരും. അപ്പോൾ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ n ഇൻറ്റു എം ഇൻറ്റു ഒമേഗ ആർ സ്ക്വയർ ആണ്. ഇവിടെ 5 ഇൻറ്റു എം ഇൻറ്റു ആർ സ്ക്വയർ ഒമേഗ എന്ന് വരും. അപ്പോൾ എന്നിന്റെ വാല്യൂ എന്താ വരിക 5 വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി 5 എന്ന് വരും. അപ്പോൾ ഇത് ക്ലിയർ ആയി വിചാരിക്കണേ. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എല്ലാം എന്താ പറയുക. ഇപ്പോൾ റോളിംഗ് മോഷൻ ആണ്, റോളിംഗ് മോഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ റോളിംഗ് മോഷന്റെ കൺസെപ്റ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ നല്ല നോക്കുക, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിലെ ക്വസ്റ്റ്യൻ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക.